മലങ്കര ഓർത്തഡോക്സ് സഭ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണം. നേരത്തെ ഉണ്ടായിരുന്ന സമദൂര നിലപാടാണ് അനുചിതം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലരും ദേവലോകത്ത് കയറിയിറങ്ങും. അവരോടെല്ലാം ഒരേ നിലപാട് മാത്രമേ സ്വീകരിക്കാവൂ. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം. എടുത്ത് തോളിൽ കയറ്റിയാൽ അവിടെ ഇരുന്ന് ചെവി കടിച്ചു പറിക്കും. ചില ആളുകൾ സഭാ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അസ്വസ്ഥരാകും. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ മാറണം, പകരം പുതിയ ആൾ, അതും ക്രൈസ്തവ വിശ്വാസി വരണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയിലെ ചില മെത്രാന്മാർ രഹസ്യമായി പറഞ്ഞത് പരസ്യമായി. അതുകൊണ്ടുണ്ടാകുന്ന വെറുപ്പുകൾ ചില്ലറയല്ല. ഇവിടെ മലങ്കര സഭ ചിലരെ വെറുക്കപ്പെട്ടവരായി കാണുന്നു. കാലം മാറിയെന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസം മലങ്കര സഭാപുത്രിയായ മന്ത്രിക്ക് പരുമലയിൽ ഇരിപ്പിടം കൊടുത്തത് സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലങ്കര നസ്രാണികൾക്കിടയിൽ വലിയ ചർച്ചയായി. ഇക്കാര്യത്തിൽ യാക്കോബായക്കാർ അവരുടെ മെത്രാന്മാർ അവരുടെ ജനപ്രതിനിധികൾക്ക് നൽകുന്ന സ്ഥാനം മാതൃകയാക്കണം. അതിനേക്കാൾ ഉപരി സഭയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ ഒറ്റ ഒരാൾ പോലും സഹായിക്കാൻ വരുന്നില്ല, എന്തുകൊണ്ടെന്ന് പരിശോധിക്കണം. ഈ ചോദ്യം അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. സഭ രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്ന് പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അപ്പുറം ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് അപകടമാണെന്നാണ് പറയുന്നത്. അതായത് ചിലരുടെ രാഷ്ട്രീയത്തെ മാത്രമേ സഹായിക്കാവൂ എന്ന് പറയാതെ പറയും. യഥാർത്ഥത്തിൽ വെട്ടിപ്പിടിക്കാനും മറച്ചുവെക്കാനും സഭ രാഷ്ട്രീയമായി ഇടപെട്ടിരുന്നുവെങ്കിൽ കേരളത്തിലെ ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം പോലും സഭയെ ഒറ്റപ്പെടുത്തില്ലായിരുന്നു. ഒരിക്കൽ കാലം ചെയ്ത മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാബയോട് മനോരമ ചാനൽ ചോദിച്ചു, മലങ്കര സഭ രാഷ്ട്രീയത്തിൽ ഇറങ്ങാറുണ്ടോ എന്ന്. ബാബ മറുപടി പറഞ്ഞു, ഇല്ല എന്ന്. എന്നാൽ രാഷ്ട്രീയത്തിലുള്ള വ്യക്തികൾ തമ്മിൽ ബന്ധമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. മാത്രമല്ല, K കരുണാകരനും ഞാനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു പോരുന്നുണ്ട്. ഇടയ്ക്ക് എന്നെ സന്ദർശിക്കാൻ അദ്ദേഹവും R ബാലകൃഷ്ണ പിള്ളയും ഒക്കെ വരാറുണ്ടെന്നും പറഞ്ഞു. അതൊക്കെ ഒരു പരസ്പരം ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയക്കാർ വരുന്നത് തികച്ചും സ്വാഭാവികം മാത്രം. എല്ലാവരെയും ഒരേപോലെ കാണണം. ഏറ്റക്കുറച്ചിലുകൾ പാടില്ല. അതേസമയം വ്യക്തിബന്ധങ്ങളുണ്ട്. അത് സഭയെ പലപ്പോഴും സഹായിക്കും. രാഷ്ട്രീയവൽക്കരിച്ച് ഇപ്പോൾ സഭയിൽ ആത്മീയത ഇല്ലാതെയായി എന്ന് വേണ്ടി വന്നാൽ പറയാൻ പറ്റുന്ന അവസ്ഥയിലായി.